നാളെ ഓശാന ഞായർ. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് ഹാപ്പിനെസ് ഉള്ള ഒരു ഡേ ആണ്. ഓശാന തലേന്നായ ഇന്ന് ഓശാനയ്ക്കുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. മെയിനായിട്ട് നാളത്തേക്കുള്ള പൂ ഹണ്ടിങ് ആണ്, അതായത് പൂ ഒരുക്കൽ. ഇവിടുത്തെ കുട്ടിപ്പട്ടാളത്തിനൊക്കെ പൂവ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഞങ്ങൾ 90s കിഡിൻ്റെ കാലത്ത് ശരിക്കും ഞങ്ങൾ ഹണ്ടിങ് ചെയ്തിട്ട് തന്നെയാണ് ഈ പൂക്കൾ കണ്ടുപിടിച്ചിരുന്നത്. സാറ്റർഡേ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു സഞ്ചിയായിട്ട് ഇറങ്ങും. എന്നിട്ട് ഓരോ വീട്ടിലും കയറി നടന്ന് പൂ ചോദിക്കും. പൂവ് തരാത്തിടത്ത് ആരും കാണാതെ പൂ പിച്ചുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെത്ര പൂവുണ്ടെങ്കിലും സഞ്ചിയായിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ പൂ ചോദിച്ച് നടക്കുന്നതിൻ്റെ ആ ഒരു സുഖം വേറെ എങ്ങൊന്നും കിട്ടില്ല. സോ ഇതൊക്കെ ഇപ്പോൾ വെറും ഓർമ്മകൾ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ പൂ ഉണ്ടെങ്കിൽ പോലും ആർക്കും പിച്ചെടുക്കാൻ പോലും സമയമില്ല. അതാണ് ശരിക്കുമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പൂവ് സ്ഥിരമായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് ഇതുപോലെ ഈവനിങ് ഇരുന്ന് പിച്ചും, ആ ഒരു പഴമയൊക്കെ ഒന്ന് ഓർക്കാനും പൊടി തട്ടി എടുക്കാനൊക്കെ ആയിട്ട്. എനിവേയ്സ്, എന്നും ഓർത്തിരിക്കാൻ ആ പഴയ ഓർമ്മകളൊക്കെ തന്നെ ധാരാളമാണ്. അപ്പോൾ നാളെ ഓശാനയാണ്. അതിൻ്റെ ഞങ്ങളുടെ പ്രിപ്പറേഷൻ ചെറുതായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പൂവെല്ലാം പിച്ചി കുട്ടികളെ കൊണ്ടെല്ലാം പൂ പിച്ചിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആ ഒരു ടച്ചെങ്കിലും വരട്ടെ എന്ന് ഓർത്തിട്ടാണ്. അവർക്കും ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ. കുറച്ച് കഴിയുമ്പോൾ തനിയെ എഴുന്നേറ്റ് പൊക്കോളും. അങ്ങനെ പൂവെല്ലാം പിച്ചി കഴിഞ്ഞു. പിച്ചി കവറിലൊക്കെ ആക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഓശാന വീഡിയോ ആയിട്ട് കാണാം. ബൈ.